ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണിക്കുള്ള ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആയിട്ട് വീഡിയോ ആക്കിയിട്ട് പിടിക്കാൻ ഒരുമിച്ച് കാണിച്ച വലിയ വീഡിയോ ആയിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് 2 സെക്ഷനായിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പുറത്തുതന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചത്. നല്ല കാലാവസ്ഥയൊക്കെയാണല്ലോ ഇപ്പോൾ. പിന്നെ നമ്മളൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടിയ ഒരു അടുപ്പാണ്. ചെറുതായിട്ട് തൽക്കാലം നമുക്ക് എല്ലാവരും കൂടിയോ മാവുണ്ട്. അപ്പോൾ മാവിൻ്റെ ചപ്പും ചവറൊക്കെ കത്തിക്കാനും വെള്ളം ചൂടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ചത്. അതിൻ്റെ ഇടയിലൊക്കെ ചോറ് വയ്ക്കാനും ഉപയോഗിക്കും. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നി ഗ്യാസുമ്മ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി വേഗതയിൽ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ആലക്കുടിയൊക്കെ പിടിച്ചിരിക്കണുണ്ട്. അപ്പോൾ തീ കത്തിച്ച് അപ്പോൾ ഞാൻ ചിക്കൻ വറുത്ത് കോരിയ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. പോരാത്തത് നമുക്ക് ഒഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് തുടങ്ങാം. ഇത് നമ്മുടെ തീയൊക്കെ നന്നായിട്ട് കത്തി ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കിലോനുള്ള സബോള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിനെ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞില്ലേ കുറവാന്ന്. ഇപ്പോൾ വെളിച്ചെണ്ണ ഉപ്പ് എടുത്തിട്ടില്ല, ഞാൻ എടുത്തിട്ട് ഓടി വരാം. സത്യം പറഞ്ഞാൽ ഭയങ്കര മറവിയാണ്. ഇതൊക്കെ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഓരോന്നൊക്കെ അങ്ങോട്ട് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് എപ്പോഴും ഓടി കയറാൻ പറ്റില്ല എന്ന് വെച്ചിട്ട്. പക്ഷെ എന്നാലും അടുപ്പിൻ്റെ അടുത്തേക്ക് എടുത്ത് വെക്കാനായിട്ട് മറന്നു. അപ്പം നമുക്ക് ഈ സബോള വാട ഇതിലുള്ള വെളിച്ചെണ്ണ തികയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ സബോള ഇത്തിരി അധികം എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണി എല്ലാം ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവിയൊക്കെ അധികം ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ സബോള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. നമുക്കൊരു ശകലം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വേഗം വാടിയെടുക്കാനായിട്ട്. സ്പൂൺ കൊണ്ട് അളന്നിട്ടൊന്നല്ല ഇട്ടിടണേ, ഒരു കമ്മച്ച് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചിടുന്നതാണ്. ഇനി നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് പിന്നെ രണ്ടാമത് ഉപ്പ് ഇട്ടാൽ മതിയാവും. അത് നമ്മുടെ ഉള്ളി ഇതൊക്കെ വഴന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഈ ചിക്കനിൽ കുറച്ച് സബോള വറുത്തിടാണ്ട്. അപ്പം ഞാനത് ഇനി വേറൊരു ഇതായിട്ട് വറുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഇതിൽ തന്നെ കുറച്ച് മൊരിക്കാനായിട്ട് ഇട്ടേക്കാണ്. ബാക്കി ഞാൻ ഇതിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചൊരു സ്പൂൺ ഇട്ടുണ്ട്. സ്പൂണിൻ്റെ അത്ര കൂടി കിടക്കട്ടെ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതല്ലേ ഒരു മണത്തിനും എല്ലാത്തിനും. പിന്നെ ഇത് നന്നായിട്ട് ഈ സബോള മൊരിഞ്ഞ് വരണ വരെ നമ്മളിതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയൊന്നും പിടിക്കാണ്ട്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടപ്പോൾ നല്ല ശരിക്കും ഒരു ചിക്കൻ്റെ മണം വന്നു. ഈ സബോള നമ്മൾ വേറെ വറുത്തിടുന്നതിന് പകരം ഉള്ളൊരു എളുപ്പപ്പണിയാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ സബോള നന്നായിട്ട് മൊരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ വറുത്തിടുന്നതിന് പകരം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു സൈഡിലേക്ക് ഇതിങ്ങനെ ഉരുളിയിൽ അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളകും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പച്ചമുളക് ഉണ്ട്. ഇതേ മല്ലിപ്പൊടി ഞാനൊരു 3 സ്പൂൺ അളന്ന് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടണമായിരിക്കും. അതേപോലെ തന്നെ മുളക് പൊടി. ഈ മല്ലിപ്പൊടി ഒന്ന് നന്നായി ചൂടായതിന് ശേഷം അതേ മുളക് പൊടി ഇട്ട് കൊടുക്കണം. കൈ ഇത്തിരി നന്നായി പൊള്ളുണ്ട് വിറകടുപ്പായ കാരണം. അപ്പോൾ നമ്മുടെ ഈ സബോളേനെ നമ്മളതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മാറ്റി വെച്ച സബോള ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും ഒരു 2-3 കറിപ്പട്ടേര അല്ലേ. ഈ തക്കാളീനെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് ഇതിനെ തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മെറൂൺ കളറൊക്കെ ആയിരുന്നു കണ്ട. തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട്. എന്നാലും നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കാറ്ററിംഗുകാർ ഉണ്ടാക്കണ പോലെയാണ് ഞാൻ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ഇനി നമുക്കിതിൽ കുറച്ച് പുതിനയില ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു 4 സ്പൂണ് തൈരുണ്ടാവും. നന്നായി ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറിയിട്ടുണ്ട്. 2 സ്പൂണ് ഞാൻ മസാല ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പ്, നമ്മൾ ചിക്കൻ മുളകൊക്കെ പുരട്ടി, മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വറുത്ത് വെച്ചാണ് ചിക്കനാണ്. അപ്പോൾ അതിലും ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് നമുക്ക് നോക്കാം കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഇളക്കിയൊന്ന് സെറ്റായിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു ശേരം പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിനുള്ളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതോടുകൂടി റെഡിയാവും. ഒന്ന് നന്നായി ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പ് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടതിൽ. നമ്മുടെ ചിക്കൻ കറിയുടെ ലാസ്റ്റത്തെ ഒരു പൊടിക്കൈയാണ്. ചിക്കൻ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് ഈ ബിരിയാണിക്ക് ഉണ്ടാക്കണ ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. എല്ലാ ചിക്കൻ കറിക്കും അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ചെയ്യാറില്ല. പക്ഷേ ബിരിയാണിയുടെ ചിക്കൻ കറിക്ക് അങ്ങനെയൊന്ന് ചെയ്യും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ പണി കഴിഞ്ഞു. നമുക്കിനി ഉരുളി ഇറക്കി വയ്ക്കാം. ബിരിയാണി നമ്മുടെ റെഡിയായി. ചിക്കൻ കറിയും ബിരിയാണി റൈസും എല്ലാം ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ റൈസൊക്കെ കണ്ട നല്ല വെള്ളം ഇല്ലാണ്ട് നല്ല കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും അടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതേ സർലാസും അച്ചാറൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്ന് പറയാം. പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും പൊക്കി പറയണ്ടല്ല, ശരിക്കും ഈ റൈസ് ചേർന്ന ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബായ്.